കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കല 50ന്റെ നിറവിൽ. ഏപ്രിൽ 19 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കലയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സുവർണ ജൂബിലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടിലെ കലാകാരന്മാർക്ക് വേദിയും അവസരവും ഒരുക്കി കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കല അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലം കോഴിക്കോടിന്റെ കലാസഭയിൽ സമാനതകളില്ലാത്ത സംഭാവനയാണ് കല നൽകിയത്. സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കലയുടെ പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചു. കോഴിക്കോടിന്റെ ഈ പ്രത്യേകതയെ, പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കല പോലുള്ള സംഘടനയ്ക്ക് വളരെ സുപ്രധാനമായി ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അത് ഏറ്റെടുക്കാനും ജനങ്ങളെ, വ്യത്യസ്ത സംസ്കാരമുള്ള ഈ പട്ടണത്തിലെ ജനങ്ങളെ ആകെ ഒന്നിപ്പിക്കാൻ, ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ കല ഇനിയും ഏറ്റെടുത്ത് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കോഴിക്കോട് കസ്റ്റംസ് റോഡിലെ മെഹഫിൽ സ്റ്റേജിൽ ഒരു പാട്ട് പാടണമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. വേദി റെഡി. 100 കണക്കിന് കലാകാരന്മാർ അവരുടെ കഴിവുകൾ ഈ വേദിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് കലാ പ്രസിഡന്റ് കൂടിയായ തോട്ടത്തിൽ രവീന്ദ്രൻ MLA. നമുക്ക് കലാകാരന്മാരെയും സംഗീതജ്ഞരെയൊക്കെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുക, കലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മാസങ്ങളിലും പരിപാടി നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഒരു മെഹഫിൽ സ്ക്വയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ആർക്കും വന്ന് പാടാം. ആഴ്ചയിൽ ഒരു ദിവസം ഒരു നിയന്ത്രണമില്ല. ഇവിടെ വന്ന് പേര് രജിസ്റ്റർ ചെയ്താൽ മതി, ഒന്നും കൊടുക്കണ്ട. എല്ലാം കലയുടെ വകയായിട്ട്. കാരണം നമ്മളെ നാട്ടിൻപുറത്തുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നല്ല പാട്ട് പാടുന്ന, എനിക്ക് വലിയ അതിശയം തോന്നിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഷോപ്പുകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ, ഒത്തിരി കഴിവുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവരൊക്കെ മുന്നോട്ട് വരാത്തത് സത്യം പറഞ്ഞാൽ. അത്തരം ആളുകൾക്ക് പാടാനുള്ളൊരു അവസരം മറ്റെവിടെയാണ് വേദി കിട്ടിയവർക്കൊക്കെ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ 19 ഒരു വർഷം നീണ്ട സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന ചടങ്ങിൽ പിന്നണി ഗായകർ MG ശ്രീകുമാർ, റിമി ടോമി ടീമിന്റെ ഗാനമേളയാണ് മുഖ്യ ആകർഷണം. റിപ്പോർട്ടർ, കോഴിക്കോട്.